യുഎഇയിലുള്ള ഒരു കമ്പനിയുടെ വാർഷിക ആഘോഷത്തിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ആ പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കസ്റ്റമറുകളെയും അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്കൊരു ട്രീറ്റ് കൊടുക്കാനും ഒരു ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടി മുഴുവൻ കസ്റ്റമറെയും വിളിച്ചു വരുത്തി. ആ സമയത്ത് ബിസിനസ് ഓണറുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ മുഴുവൻ കസ്റ്റമറെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത്? നിങ്ങളിങ്ങനെ കസ്റ്റമർ കൂടുന്നതനുസരിച്ച് അവരെ എല്ലാം വിളിച്ചു വരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? കൂടുതൽ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കൂടുതൽ കസ്റ്റമറിനേക്കാൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ നിലവിലുള്ള കസ്റ്റമർ, അവരെ ഞാൻ സന്തോഷിപ്പിക്കാനും അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സർവീസ് ഞാൻ നൽകുമ്പോൾ എനിക്ക് അവിടെ ഒരു സെയിലേ നടക്കുന്നു. ആ കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ, എൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് പ്രൊഡക്റ്റ് മാത്രമല്ല, ഞങ്ങളോടുള്ള ട്രസ്റ്റ് കൂടി അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ആ കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് നിന്ന് സാധനം കൃത്യമായി വാങ്ങിക്കുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, കുടുംബക്കാർ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോടൊക്കെ അദ്ദേഹം വാങ്ങാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങളുടെ ബ്രാൻഡിനെ അദ്ദേഹം വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ബിസിനസ് ഓണർമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവരൊരു സെയിൽസ് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ അവരുടെ കമ്പനിയുടെയും പ്രൊഡക്റ്റിൻ്റെയും ട്രസ്റ്റിനെയും അതുപോലെ തന്നെ ബ്രാൻഡിനെയും അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതാണ് അവർ.